ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഓഫ് അവർ ചാനൽ. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി കളിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, മൈൻക്രാഫ്റ്റ് അടിക്കുന്ന കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റ് അടിക്കുന്ന കളിക്കാൻ പോകുന്നത് പ്രത്യേകിച്ചൊന്നുമല്ല, സർവൈവൽ മോഡാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യാതെ കാണുന്നത് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്യുക. അത് ഞാൻ എപ്പോഴും പറഞ്ഞു തുടങ്ങുന്നുണ്ട് തന്നെ, ഞാനത് ഇപ്പോഴും പറഞ്ഞു പോകുന്നതാണ് അറിയാതെ തന്നെ. അപ്പം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. അപ്പം സർവൈവൽ സീരീസിൻ്റെ എപ്പിസോഡ് 1 ആയിരിക്കും ഇന്ന് കളിക്കാൻ പോകുന്നത്. സോ നമ്മൾ ആഫ്റ്റർ എ ലോങ് ടൈം കഴിഞ്ഞിട്ടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ. ഇതിന് മുമ്പ് ഞാനൊരു ഹാർഡ് കോർ സീരീസ് എടുത്ത് വെച്ചിരുന്നു. ആ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഞാൻ വരുന്നത് മിക്കവാറും. അപ്പോൾ ആ വീഡിയോയിൽ വേൾഡ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ടാണ് ഞാനിത് ന്യൂ സർവൈവൽ സീരീസ് തുടങ്ങിയത്. രണ്ടും കൂടെ ഞാൻ എന്തായാലും ഞാൻ നോക്കാൻ പോകുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് ഞാൻ സ്പോൺ ആയത് ഞാൻ അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ അടുത്ത് പോയി. ഒരു മരം കാര്യങ്ങളൊക്കെ ഫുള്ളി ഞാൻ വെട്ടിയതിന് ശേഷം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ക്രാഫ്റ്റ് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അങ്ങനെ ആവശ്യത്തിനുള്ള ഒരു പിക്കാക്സും അതുപോലെ തന്നെ ആക്സും പിന്നെ ഒരു സോഡുമാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. രാത്രി വന്നുകൊണ്ട് ഞാൻ അടുത്തുണ്ടായിരുന്ന ഒരു കുഴിക്കകത്ത് കയറിയിരുന്നു. ഫുള്ള് ഞാൻ കുഴിച്ചതിന് ശേഷം ഞാൻ അതിനകത്തൊരു ബേസ് ഉണ്ടാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ചെറിയൊരു എന്താ പറയുക ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ മലയുടെ മണ്ടലോട്ട് ആ കൊത്തി മണ്ടലോട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് നമ്മളൊരു വില്ലേജ് എടുക്കാവുന്നതാണ്. ഞാൻ ഷെയ്ഡ് ഇട്ട് കളിക്കണം എന്ന് വിചാരിച്ചാണ്. ഷെയ്ഡ് ഇട്ട് കളിച്ചാൽ എൻ്റെ PC ഓംലെറ്റ് അടിക്കുക, അതുകൊണ്ടാണ് ഞാൻ കളിക്കാത്തത്. കഴിഞ്ഞാണ് ഞാൻ ഹാർഡ് കോർ കളിച്ചപ്പം അതുകൊണ്ടാണ് ഞാൻ ഷെയ്ഡ് ഓഫാക്കി വെച്ചിരുന്നത്. ഞാൻ കോർഡിനേറ്റ്സ് നോക്കുവാണ്. ഒരു വില്ലേജ് ഉണ്ട്, അതാണ് ഞാനങ്ങാത്തെ. അപ്പോൾ ഇനി നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു വില്ലേജാണ്. ലെറ്റ്സ് ഗോ ഫൈൻഡ് ഇറ്റ്. അപ്പോൾ ഗായ്സ് നമ്മൾ ചെറിയ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് ഫുഡാണ്. അത് ഞാൻ എടുക്കാൻ മറന്നു പൊട്ടത്തരം കാണിച്ച് നേരെ ഞാൻ -352 -352 നമുക്ക് പോകേണ്ട ഡിഷാന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലേസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ വില്ലേജിലെത്തിയിരുന്നു. ഒരു രാത്രി ഞാൻ ഉറങ്ങി മണ്ടത്തരം കാണിച്ച ഞാൻ പറയുന്നില്ലെന്ന് റെക്കോർഡാക്കിയില്ലത്. ഞാൻ ബോട്ട് ഓടിച്ച് കറക്റ്റ് 322 എത്രയോ, പിന്നെ ഇവിടെ നെഗറ്റീവ് എത്രയോ 300 എത്രയോ, അത്ര വരെ ഞാൻ വന്നു, ബോട്ടിൽ വന്നിട്ട് ഞാൻ റെക്കോർഡിങ് ഒന്ന് ജസ്റ്റ് എടുത്തു നോക്കാമെന്ന് പറഞ്ഞത് OBSൻ്റെ ഫയൽസിൽ പോയി. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ചെക്ക് ലിസ്റ്റിലുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, അത് മേക്ക് എ ബേസ് എന്നുള്ളൊരു ജസ്റ്റ് ഒരു ചെറിയ ഗോൾ ഞാൻ ഇപ്പം തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഇന്നത്തെ ഗോൾ അതാണ്. എന്തോരം ഇവിടം വരെ എത്തിയുണ്ട്. നമുക്ക് ഹേഡിയിൽ വളർത്തിയിട്ട് ഒരു നല്ല സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടെ തന്നെ ബേസ് വെച്ചാക്കണം. അതിനുള്ള ഫസ്റ്റ് റിസോഴ്സ് എന്ന് പറയുന്നത് വുഡാണ്. ഓക്കെ, വുഡാണ്. നമ്മൾ വന്നത് ഒരു ടൈഗർ ബയോമിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് സാപ്ലിങ്സ് കിട്ടി. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് സാപ്ലിങ്സ് കിട്ടി. പിന്നെ കുറച്ച് ബോണ് കിട്ടി. അതെല്ലാം കൂടെ ആക്കി കഴിയുമ്പം ഇത് ചിലപ്പോൾ ഇപ്പം തന്നെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മരം ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഫസ്റ്റ് വളർന്ന് നമുക്കിനി ഇത് വെട്ടാം.
അപ്പം നമ്മൾ ഒരു 4x4ൻ്റെ ഒരു വലുത് വെട്ടിയതിന് ശേഷം നമുക്ക് അത് യൂസ് ചെയ്യാം. എന്തായാലും എനിക്ക് വേണ്ട സാധനങ്ങളല്ല നമ്മൾ ഡബിൾ ചെസ്റ്റിനകത്തോട്ടാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ഗ്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു സ്പ്രൂസ് കളയേണ്ടി വരും. അപ്പോൾ ഇത് മൊത്തം ഒരെണ്ണം കളയേണ്ടി വരും. മൊത്തം കൂടെ വെച്ചിട്ട് നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ ചെസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് വേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അതിലോട്ട് വെക്കാം. ഫസ്റ്റ് തന്നെ നമുക്കിത് ഫുള്ള് വളരുന്ന ടൈം കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടി ഇവിടെ ചെയ്യാം. ഫസ്റ്റത്തെ പരിപാടി എന്ന് തന്നെ അറിയുമ്പോൾ നമുക്ക് കുറച്ച് കൊബിൾ സ്റ്റോൺ ഒപ്പിക്കാനുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് അതൊന്ന് ഒപ്പിക്കട്ടെ. അപ്പോൾ ഗായ്സ്, അപ്പം ഞാൻ കുറേ ഗ്രൗണ്ട് പണിയിലായിരുന്നു. ഞങ്ങൾ ആ മരം വെട്ടുന്നതൊക്കെ കണ്ടാണ് ഞാൻ ഫുള്ള് വോയിസ് ഓവർ ആക്കാൻ കൊണ്ട് തരുന്നതിൽ. എന്തായാലും മൈക്ക് ഞാൻ ഓണാക്കാൻ വിട്ടുപോയി. അപ്പം നമുക്ക് ഇനിയും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു സ്റ്റോൺ കട്ടർ കണ്ടുപിടിക്കാനാണ് നമ്മുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇഡിയറ്റ് ലോസ് ഗെറ്റ് ലോസ്റ്റ് സം അയൺ, ദാറ്റ്സ് ഇനഫ്. അപ്പോൾ 7 ഫുൾ ഇപ്പോൾ കിട്ടിയത് നമുക്ക് സംഭവങ്ങൾ ഇതിലോട്ട് വെക്കാം. ഇതുപോലെ ഇനി നമുക്ക് വേണം, ബട്ട് തൽക്കാലം ഇത്ര മതി. ഇനി നമുക്ക് ഈ സ്റ്റോൺ കട്ടർ യൂസ് ചെയ്ത് ഇതിൽ ഹാഫ് കിട്ടുന്നത് ഫുള്ള് ബ്രിക്കാക്കിയതിന് ശേഷം ഇതിൽ വെക്കുക. നിങ്ങൾ ബാക്കി ഹാഫ് ഞാൻ ഇനി പറയുന്നത് അത് നമുക്ക് ഫുള്ള് പിന്നെ വന്നെടുക്കാം. ഇപ്പം എനിക്ക് ചെയ്യേണ്ടത് അത് ഫുള്ള് ഹാഫായിട്ട് വെച്ചാൽ മാത്രം മതി. ഇനി 3 തിക്കും കൂടെ ഉണ്ട്. ഇത് പൊട്ടുന്നിടം വരെ ഞാൻ ഗ്രൈൻഡ് പണിയായിരിക്കും. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ ഓഡിയോയും കാര്യങ്ങളൊന്നും കൊടുത്തില്ലായിരുന്നു. ഇനി ഞാൻ ചെയ്തത് ജസ്റ്റ് ഈ കാണുന്ന സ്റ്റോണും കാര്യങ്ങളൊക്കെ ഫുള്ള് മെൽറ്റ് ചെയ്തിട്ട് എൻ്റെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ക്വിക്ക് ടൈം ലാപ്സ് കണ്ടിട്ട് വാ.
മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ ഫുള്ള് ഗ്രാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു ട്രാപ്പ് ഡോറും കാര്യങ്ങളൊക്കെ വെച്ചേ. ബാക്കി ഉണ്ടായിരുന്ന ഫുഡ് ഫുള്ള് ഞാൻ കുറച്ച് ഫെൻസ് ആക്കി, പിന്നെ കുറച്ച് ബട്ടൺസ് ആക്കി. ഇനി ഒരു ബട്ടണേ ബാക്കിയുള്ളൂ. ഇപ്പം ഈ ഗ്ലാസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ഞാൻ എന്തോരം റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. റെക്കോർഡ് ചെയ്യുമ്പോൾ സ്റ്റോറേജ് കളയണ്ടല്ലോ, ഫുൾ ഉണ്ടാക്കിയ ഇത് കാണിച്ചെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇത് ഇനി ഫുൾ നമുക്കിവിടെ പ്ലേസ് ചെയ്യാനുണ്ട്. ഇത് ഫുള്ള് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗ്ലാസിൻ്റെ കാര്യം ഓക്കെയാണ്. ഇനി ഇതിൻ്റെ മണ്ട വെക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഇതുണ്ടാക്കണം, സ്ലാബ്. ഞാൻ ഇതുവരെ ഞാൻ സ്ലാബ് ഉണ്ടാക്കിയില്ല. നേരത്തെ നമുക്ക് സ്ലാബ് തന്നെ വെക്കണം, കാരണം വുഡ് ഭയങ്കര ക്ഷാമമാണ്. നമുക്കിനി ഒരു ഡോറ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ ഓക്കെ വെച്ചാൽ. കാരണം ഇനി ഇത് വെച്ചുണ്ടാക്കാൻ പോയാൽ നമുക്ക് ഇനി റിസോഴ്സസ് ഭയങ്കര കുറവായിരിക്കും. സോ അപ്പോൾ ഞാൻ സ്ലാബും കാര്യങ്ങളൊക്കെ ഫുൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഫ്ലോറാണ്. അപ്പോൾ ഫ്ലോർ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഷവൽ നമ്മുടെ കയ്യിലിട്ടെടുത്തിട്ട് ഇത് ഫുള്ള് നമുക്ക് മറ്റേ സ്ലാബ് വെച്ച് നടക്കാം. അയ്യോ, ഇവിടെ ഞാൻ വെച്ചില്ല, എന്നെ കൊടുത്തതാണ്. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഞാൻ ഇത് ഫുള്ള് മറ്റേ സംഭവം വെച്ച് സ്ലാബ് വെച്ച് ഡേർട്ട് ഫുൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സ്ലാബ് വെച്ചാൽ മാത്രം മതി. സോ നമുക്കത് വെക്കാം. It's impossible to find a grass block like this. This is a main valuable thing, okay? അതാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള തിങ്. ഓക്കെ, ഇതിൽ നമുക്ക് ഫർണിസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെക്കാം. സോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഹൗസ് മേക്ക് ചെയ്യുന്ന ഗോൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. കുറേ ടൈം എടുത്ത് ഈ ഒരു ബേസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫ്ലോർ നമ്മൾ കറക്റ്റ് റൂഫും കാര്യങ്ങളൊക്കെ വെച്ച് അപ്ഗ്രേഡ് ചെയ്ത് സെറ്റാക്കി വെക്കുന്നതായിരിക്കും. ഞാൻ വെച്ചേക്കാം, കാരണം എന്താ വെച്ചാൽ ടൈമില്ല, നമുക്ക് റെക്കോർഡ് ചെയ്യാൻ തന്നെ തീരെ ടൈമില്ല. ഏതായാലും നാളത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്, ഈ ഒരു വീഡിയോ വരുന്നത് ഏപ്രിൽ 1 കാരണം എനിക്ക് എക്സാം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ആ ഒരു ടൈമിലായിരിക്കും ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ വരുന്നത് അല്ലെങ്കിൽ യൂട്യൂബിൽ വരുന്നത്. സോ എന്താ പറയുക, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് എപ്പിസോഡ് ഏപ്രിൽ 4 അല്ലെങ്കിൽ 5 എപ്പോഴേലും വരുന്നതായിരിക്കും. കറക്റ്റ് ടൈം എനിക്ക് അറിഞ്ഞൂടാ. അപ്പം വരുന്ന ടൈമിൽ ഇത് വരട്ടെ. ചിലപ്പോൾ ഇത് ഏപ്രിൽ 1 പോലും ആയിരിക്കത്തില്ല ഇത് വരുന്നത്. പറ്റുന്നത് ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മുടെ ചാനലൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ വീഡിയോസ് ഇടാൻ നോക്കുക എന്നാണ്. കാരണം എൻ്റെ ചാനൽ ഫുള്ളി ഡെഡായിട്ടിരിക്കുകയാണ്. കാരണം ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല. അപ്പോൾ എന്തുവാണേലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.